തൃശ്ശൂരിനി എവിടെ നല്ല ബർഗർ കിട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലിസ്റ്റിലേക്ക് ഒരു പുതിയ അഡീഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് 3 ബർഗറാണ് കഴിച്ചത്. 3ഉം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. നമ്മുടെ തൃശ്ശൂർ കൊക്കാലയിൽ നെഹദി മന്തിയുടെ ഒക്കെ കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. തൃശ്ശൂരിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് കൂളസ്റ്റ് ബർഗർ ജോയിൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. സോ വെൽക്കം ടു ദ ബർഗറി ഇൻ തൃശ്ശൂർ. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, നല്ല ഫോട്ടോജനിക് ഫ്രണ്ട്സ് എങ്ങനെ അവിടുത്തെ ഫുഡ് അത്ര നല്ലതല്ലെങ്കിലും ആൾക്കാരവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഏത് ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും. അതാണ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഈ ഒരു ബർഗർ ജോയിൻറ്റ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ സർവീസ് ആയാലും അടിപൊളിയാണ്. ഈ ഫുഡിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 ടൈപ്പ് ഓഫ് ബർഗേഴ്സാണ് കഴിച്ചത്. അതിന് മുന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ മെനു. ഇവിടുത്തെ പല ഐറ്റംസും, പല നല്ല ഐറ്റംസും ഇവരുടെ മെനുവിലില്ല. നമ്മളത് ചോദിച്ച് മേടിച്ച് തന്നെ കഴിക്കണം. അതിലൊന്നാണ് ഇവരുടെ അൾട്ടിമേറ്റ് 2.0 സ്മാഷ് ബർഗറും പിന്നെ ഗോഡ്സ് ഓൺ വിങ്സും. ഞാൻ പറഞ്ഞില്ലേ 3 ടൈപ്പ് ഓഫ് ബർഗറാണ് ഞാൻ കഴിച്ചത്. അത് 3 ടൈപ്പ് എന്ന് പറയാൻ കാരണം ഒരെണ്ണം ഗ്രിൽഡ് പാറ്റിയും ഒരെണ്ണം സ്മാഷ് ബർഗറും പിന്നെ ഒന്ന് മിൻസ്ഡ് മീറ്റായിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ ഞങ്ങൾ അവരുടെ ഗോഡ്സ് ഓൺ വിങ്സ് എടുത്തു. 8 പീസാണ് വിങ്സിൽ വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദിസ് വൺ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചധികം സ്പൈസിയിൽ നമ്മൾ നാടൻ മസാല പോലെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ നാടൻ മസാലയിൽ വിങ്സ് ഇവിടെ തൃശ്ശൂർ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഇഷ്ടപ്പെടുമായിരിക്കും. ബർഗേഴ്സിൽ നിന്ന് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് അവരുടെ സ്മാഷ്ഡ് ബീഫായ അൾട്ടിമേറ്റ് 2.0 ബർഗറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ക്യാഷ് ഇത്തിരി കൂടുതലാണ്, ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും കുറച്ച് എക്സ്പെൻസീവ് ഉണ്ട്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അവരൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ലാസ്റ്റ് നോക്കുമ്പോൾ ബില്ലിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഞാൻ വെറുതെ ഹൈപ്പിന് വേണ്ടി പറയല്ല. എന്തായാലും ഈ ഒരു ബർഗർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 2 പേർക്കും അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഞങ്ങൾ ട്രൈ ചെയ്താണ് അവരുടെ മിൻസ്ഡ് മീറ്റായിട്ട് വരുന്ന സ്ലോപ്പി ജോ ബർഗർ. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഞാൻ മിൻസ്ഡ് മീറ്റായിട്ടുള്ള ബർഗർ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ബീഫിലാണ് ഇത് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മിൻസ്ഡ് മീറ്റും പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും, ഫ്രൈഡ് അല്ല റിംഗ്ഡ് ഓണിയൻസ്, ഇത്തിരി എന്താ വൈറ്റ് എടുക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഓണിയൻസും പിന്നെ കുറച്ച് വെജീസൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു അടിപൊളി ബർഗർ തന്നെയായിരുന്നു. ലാസ്റ്റാണ് ഞങ്ങൾ ഗ്രിൽഡ് പാറ്റി പാപ്രിക്ക ലോഡഡ് ഡബിൾ ചിക്കൻ ബർഗറാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അതും അടിപൊളിയായിരുന്നു. മറ്റേ ബീഫിൻ്റെ 2 എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് അടിപൊളിയല്ലെങ്കിലും ഇത് ചിക്കൻ്റെ പാറ്റിയിൽ വരുമ്പോൾ കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മറ്റേത് 2 കുറച്ചും കൂടി ഹൈ ലെവലിൽ നിന്നിരുന്നത്. പിന്നെ ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അവരുടെ സോൾട്ടഡ് കാരമൽ ഷേക്കും പിന്നെ വേർജിൻ മൊജിറ്റോയാണ് ട്രൈ ചെയ്തത്. സോൾട്ടഡ് കാരമൽ ഷേക്ക് ശരിക്കും അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേർജിൻ മൊജിറ്റോയുടെ കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. സാധാ ഒരു മിൻ ലൈമിനെക്കാട്ടിയും കുറച്ചുകൂടിയും ടേസ്റ്റ് ആയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം എല്ലാവരും ഈ ഒരു പുതിയ ബർഗർ ജോയിൻറ്റ് പോയി ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. കണ്ടപ്പോൾ മനസ്സിലായി.